ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുഎഫ ചാമ്പ്യൻസ് ലീഗ് 2025-26 സീസണിലെ 5 മത്സരങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള പോയിന്റ് ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ ആർക്കൊക്കെയാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് റൗണ്ട് ഓഫ് 16 സാധ്യത ആർക്കൊക്കെയാണ് ഉള്ളതും ആ പ്രഡിക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസുമാണ്. പ്രഡിക്ഷൻ അല്ല, കാര്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിലവിലുള്ള പോയിന്റ് ടേബിൾ എങ്ങനെയാണ്, ടീമിൻ്റെ കറണ്ട് ഫോംസ്, അവരെ ജയപരാജയങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നലത്തോടു കൂടി കളി 5ാമത്തെ ഫേസ് 5 മത്സരങ്ങൾ ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അതിലിപ്പോൾ 1ാം സ്ഥാനത്ത് അൺബീറ്റനായിട്ട് ഇപ്പോൾ 36 ടീമുകൾ മത്സരിക്കുന്ന യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരൊറ്റ ടീം മാത്രമേ തോൽവി അറിയാത്ത ടീമുള്ളൂ ഇതുവരെ. 5 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഐസണൽ ഫ്രം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഐസണലിനെ നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിലായിരുന്നെങ്കിലും ഐസണൽ നല്ല ഫോമിലായിരുന്നു. അവർ റയൽ മാഡ്രിഡിനെ ബീറ്റ് ചെയ്യുന്നു, സെമി ഫൈനലിലെത്തുന്നു. പക്ഷേ ആ ഐസണലിൽ നമുക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻസും ഹോപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിലും യുഎഫ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും വേറൊരു ഐസണൽ തന്നെയാണ്. അതായത് 2004 തിയറി ഹെൻറിയൊക്കെ കളിച്ച് ആ ഗോൾഡൻ പ്രീമിയർ ലീഗ് നേടിയ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഐസണലിനെ സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസ്, അത് അവരുടെ ടെക്നിക്കാലിറ്റി കൊണ്ടും ഫിസിക്ക് കൊണ്ടും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഐസണൽ ഇത് കളിയിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇന്നലെ ബയൺ മ്യൂണിക്കിനെതിരെയുള്ള കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ മികച്ചൊരു ടാലൻ്റ് ഉള്ളൊരു ടീമാണ്, വളരെ മികച്ചൊരു ടീമാണ് ബയൺ മ്യൂണിക്ക്. ഹാരി കെയ്ൻ തകർപ്പൻ ഫോമിലാണ്, ഗനാബ്രി ഉൾപ്പെടെയുള്ള കളിക്കാർ, ജോഷുവ കിമ്മിച്ച്. അപ്പോൾ ആ കളിക്കാരൊക്കെ ഉൾപ്പെടുന്ന ബയൺ മ്യൂണിക്കിന് ഇന്നലെ 3 ഗോളിൽ അടിച്ചു അവർ. ആ ബയൺ മ്യൂണിക്കിനെതിരെ മാനുവൽ ന്യൂയറിനെതിരെ 3 ഗോൾ അടിച്ചു. 3-1 അവർ കളി ജയിച്ചു. അപ്പോൾ ടോട്ടൽ പോയിന്റ് നില ആഴ്സണൽ 5 കളി പൂർത്തിയായപ്പോൾ 15 പോയിന്റ് 1ാം സ്ഥാനത്ത്. ആദ്യത്തെ 8 ടീമുകൾ ഞാൻ പറയാം. ആദ്യത്തെ 8 ടീമുകൾക്കാണ് ഡയറക്റ്റ് റൗണ്ട് ഓഫ് 16 ബെർത്ത് ഉള്ളത്. ആദ്യം 36 ടീമുകളിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന 8 ടീമുകൾ, ആ 8 ടീമുകൾക്കാണ് ഡയറക്റ്റായിട്ട് റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടറിലേക്ക് എത്തുക. അതിനുശേഷം ബാക്കി വരുന്ന 9 മുതൽ 24 വരെയുള്ള ടീമുകൾ ഡബിൾ പ്ലേ ഓഫ് കളിച്ചിട്ട്, അതായത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണുള്ളത് ലോട്ടറിയിട്ട് തീരുമാനിക്കും. ആ പ്ലേ ഓഫ് ഡബിൾ ലെഗ്ഡ് പ്ലേ ഓഫ് കളിച്ചതിന് ശേഷമാണ് പിന്നീട് അതിൽ നിന്നും 8 ടീമുകളെ സോർട്ട് ചെയ്തിട്ട് റൗണ്ട് ഓഫ് 16 വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചാമ്പ്യന്മാരായിട്ടുള്ള PSG എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ആ ചാമ്പ്യന്മാരായിട്ടുള്ള കഴിഞ്ഞ തവണത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് PSG ആണ് 2ാം സ്ഥാനത്തുള്ളത്. അവർ ഒരു കളി പരാജയപ്പെട്ടു 12 പോയിന്റുമായിട്ട്. തൊട്ട് താഴെ ബയൺ മ്യൂണിക് ഇന്നലെ ഐസണലിനെതിരെയാണ് ആദ്യത്തെ പരാജയം രുചിച്ചത്. ഐസണൽ, അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഐസണൽ കളിച്ച ടീം എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ആ ടീമിനെയാണ് ഐസണൽ ബീറ്റ് ചെയ്യേണ്ടത്, നോട്ട് ദ പോയിന്റ്. പിന്നെ 4ാമത് വരുന്നത് ഇന്റർ മിലാൻ. ഇറ്റാലിയൻ സീരിയയിലെ സോൾ റെപ്രസെൻറ്റേഷനാണ്. ടോപ്പ് 8 ഇന്റർ മിലാൻ വരുന്നു. ഇന്റർ മിലാനും 12 പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർ മിലാൻ ഇന്നലെ പരാജയപ്പെട്ടത് അത്ലറ്റോ മാഡ്രിഡുമായിട്ടാണ്. അതിനുശേഷം വരുന്നു 5ാം സ്ഥാനത്ത് ഓഫ് കോഴ്സ് ദ ചാമ്പ്യൻസ് ലീഗ് കിങ്സ് റയൽ മാഡ്രിഡ് 12 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. ബൊറൂസിയ ഡോട്ട്മുണ്ട് 10 പോയിന്റ്. ചെൽസി ബാഴ്സലോണയെ തോൽപ്പിച്ചു. ചെൽസി 3-0 സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ. സോ ചെൽസിയും നമ്മൾ എഴുതി തള്ളാൻ പറ്റുന്ന ടീമല്ല. ആ ഒരു വേൾഡ് ക്ലാസ് മത്സരങ്ങളൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ടീമുകളാണ്. ബിഗ് മാച്ചസ് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് ചെൽസി. 2 ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുള്ള ടീമാണ്. ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാഴ്സലോണയ്ക്കെതിരെയുള്ള ആ ഒരു കളിയൊക്കെ എസ്റ്റാവിയോ ഒക്കെ ഒരു വണ്ടർ ബോയ് ആയിട്ട് ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എസ്റ്റാവിയോ ഇപ്പോൾ ലാമിൻ യമാലുമായിട്ടൊക്കെ പലരും കമ്പയർ ചെയ്യുന്നതായിട്ട് കണ്ടു. സോ വാട്ട് ഇസ് ഹിസ് നെയിം? എസ്റ്റവാവോ. സോ ദ പ്രൊനൗൺസിയേഷൻ മൈറ്റ് ഡിഫറൻസ്, ബട്ട് ഈസ് സച്ച് എൻ അമേസിങ് ടാലൻറ്റഡ് പ്ലെയർ. അപ്പോൾ ചെൽസി നമുക്ക് എഴുതള്ളാൻ പറ്റുന്ന ടീമല്ല. അപ്പോൾ ടോപ്പ് 8 വരുന്ന അവസാനത്തെ ടീം സ്പോർട്ടിംഗ് ലിസ്ബൺ, നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ അണ്ണൻ്റെ പഴയ ടീം. സോ കോൾഡ് സൗദി പ്രോ ലീഗിൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന പോർച്ചുഗീസ് ലീഗിൻ്റെ സോൾ റെപ്രസെൻറ്റേഷൻ 8ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് ലിസ്ബൺ. സോ ഈ 8 ടീമുകളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പ്രീ ക്വാർട്ടറിലേക്ക് ഡയറക്റ്റ് എൻട്രി. പക്ഷേ 3 മത്സരങ്ങൾ കൂടി കഴിയാനുണ്ട്. അത് കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള പിക്ചർ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ടോപ്പ് 8 ഫിനിഷ് ചെയ്ത് റൗണ്ട് ഓഫ് 16 കളിച്ചതിനെ കൊണ്ട് ട്രോഫി കിട്ടണമെന്ന്, ചാമ്പ്യൻസ് ലീഗ് ട്രോഫി കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് ക്ലാസിക് എക്സാമ്പിളാണ് കഴിഞ്ഞ സീസണിലെ PSG. അവർ പ്ലേ ഓഫ് കളിച്ച് വന്ന് പ്രീ ക്വാർട്ടർ കളിച്ച് അവിടുന്ന് ശേഷം അവരെ ഫോം നമ്മൾ ക്രമാതീതമായിട്ട് ഓരോ റൗണ്ടുകളിൽ ഉയർന്നതായിട്ടാണ് കണ്ടത്.
9ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്, അറ്റ്ലാന്റ ഉണ്ട്, ന്യൂകാസിൽ, തുടർന്ന് അത്ലറ്റിക്കോ, ലിവർപൂൾ, ഗലാറ്റ്സറെ, PSV എൻഡോവൻ, ടോട്ടനാം, ബയൺ ലെവർകുസൻ, ബാഴ്സലോണ. 18ാം സ്ഥാനത്താണ് ക്യൂലേഴ്സ്. 5 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ നമ്മൾ ഐ എം എ ഡൈ ഹാർഡ് ബാഴ്സലോണ ഫാൻ. 18ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങിയിട്ടൊന്നുമില്ല. നമുക്ക് ഇനിയും 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. കമ്പാരിറ്റീവ്ലി അത്ര ടൈറ്റ് അല്ലാത്ത ഒപ്പണൻസുമായിട്ടാണ് മാച്ച് 3 മത്സരം വരുന്നത്. സോ നമുക്ക് ഈസിലി 3+3+3 9 പോയിന്റ്സ് ബാഗ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി. സോ അത് ഞാൻ നേരത്തെ പറഞ്ഞത് PSG ലാസ്റ്റ് ഇയറിൽ PSG എങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി നേടി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്, ദിസ് ഇസ് ചാമ്പ്യൻസ് ലീഗ്, ദിസ് ഈസ് UEFA ചാമ്പ്യൻസ് ലീഗ്. എനിബഡി ക്യാൻ ടേൺ ദ ഗെയിം എനി ടൈം. പിന്നീട് 24ാം സ്ഥാനത്ത് നിൽക്കുന്നത് പഫോസ്. ഇതിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ കളിക്കുന്ന ബെസ്റ്റ് ലീഗ് ടീമുകൾ, ഹോട്ട് ഫേവറേറ്റുകളൊക്കെ ആയിട്ട് വരേണ്ട ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ പുറന്തള്ളിപ്പെട്ട് പോയത്, അത്ഭുതപ്പെടുത്തിയ ബാഴ്സലോണ മാത്രമാണ് കുറച്ച് പോയിന്റ് ടേബിളിൽ പുറകോട്ട് വന്നത്. പിന്നെ ജുവൻഡസ് ആണ് 22ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ 2-3-4 സീസണായിട്ട് ജുവൻഡസ് കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാക്കുന്നത് കാണുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ അതേ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ അതേ സീസണിലെ എവിടെ നിർത്തിയോ അവിടെ തുടങ്ങിയ ടീം ആഴ്സണലാണ്. ആഴ്സണൽ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ അൺലക്കി, സെമി ഫൈനലിൽ അവർ പുറത്തു പോയത്. അതേ സീസണിൽ അതേ പെർഫോമൻസുമായിട്ടാണ് ഈ സീസണിലും ആഴ്സണൽ കളിക്കുന്നത്. അൺബീറ്റൻ ആയിട്ടാണ്. അൺബീറ്റൻ മാത്രമല്ല, 5 ഗെയിംസ് വിൻ സ്ട്രീക്കാണ്. 15 പോയിൻ്റാണ് അവർ ബാഗ് ചെയ്ത്. സോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ പ്ലേ ഓഫിലേക്ക് നോക്കൗട്ടിലേക്ക് എത്താനുള്ള സാധ്യത. ഈവൻ പ്ലേ ഓഫ് ആണെങ്കിലും ഡയറക്റ്റ് നോക്കൗട്ട് ആണെങ്കിലും പ്രീമിയർ ലീഗിൽ നിന്നാണ് കൂടുതൽ ക്ലബ്ബുകൾക്ക് സാധ്യത. കാരണം കഴിഞ്ഞ 2-3 സീസണായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളൊക്കെ മെച്ചപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് UEFA ചാമ്പ്യൻസ് ലീഗിലെ. ഇപ്പോൾ ഇന്നലത്തെ റിസൾട്ട് നമ്മൾ കണ്ടു. മുൻനിര ടീമുകളിലെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ തോറ്റു, പലരും സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. ഇപ്പോൾ ബാഴ്സലോണ ചെൽസിയോട് തോൽക്കുന്നു, ലിവർപൂൾ PSV എൻഡോവനായിട്ട് അൻഫീൽഡിൽ തോൽക്കുന്നു, അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി തോൽക്കുന്നു, റയൽ മാഡ്രിഡ് ഒളിമ്പിയാക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിനായിട്ട് 4-3 കഷ്ടിച്ച് രക്ഷപ്പെടുന്നു, അത്ലറ്റോ മാഡ്രിഡിനോട് ഇന്റർ മിലാൻ തോൽക്കുന്നു, ബയൺ മ്യൂണിക് ആഴ്സണലിനോട് തോൽക്കുന്നു. സോ ബിഗ് ടീമുകളൊക്കെ പരാജയം രുചിച്ച ഒരു റൗണ്ട് കൂടിയാണ് കടന്നു പോയത്. അപ്പം ഇനി അടുത്ത റൗണ്ടുകളിൽ 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും 3 മത്സരങ്ങൾ, അതായത് 9 പോയിൻ്റ് ആണ് 3 മത്സരങ്ങൾ. അപ്പോൾ അത് മാസീവ് ഡിഫറൻസ് ആയിട്ട് ഈ പോയിന്റ് ടേബിൾ എന്തായാലും ഷെയ്ക്ക് ഉണ്ടാക്കും. ഏറ്റവും മുകളിലുള്ള ടീമുകൾ, ഒരു 4-5 ടീമുകളിൽ കാര്യമായിട്ടുള്ള ഷെയ്ക്കൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും ഒരു ടോപ്പ് 8ലേക്ക് പുതിയ എൻട്രൻസിനെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അതുപോലെ ടോപ്പ് 24ലേക്കും പുതിയ ടീമുകൾ, പുറകിൽ കിടക്കുന്ന ടീമുകൾ കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊന്നും നമ്മളെവിടെയും ഡിസ്കസ് ചെയ്യാതെ ഈ പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ടീമുണ്ട്, അജാക്സ്. ചാമ്പ്യൻസ് ലീഗിൽ ഒരു പക്ഷേ ചാമ്പ്യൻസ് ലീഗ് നേടിയ 3-4 ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ളൊരു ടീം നെതർലാൻഡ്സിൻ്റെ അജാക്സ്, യോഹാൻ ക്രൈഫിൻ്റെ അജാക്സ്, ഫ്രങ്കി ഡി ജോങ് കളിച്ചിരുന്ന അജാക്സ്. ഒരു കളി പോലും ജയിച്ചിട്ടില്ല. 36ാം സ്ഥാനത്ത്, 36 ടീമുകളിൽ 36ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളും ഇതിനകത്ത് പല ടീമുകളുടെ ഡൗൺഫോളും നമ്മൾ ചാമ്പ്യൻസ് ലീഗിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോയിന്റ് ടേബിൾ ലീഡ് ചെയ്യുന്ന ആഴ്സണൽ, PSG, ബയൺ മ്യൂണിക്, ഈ 3 ടീമുകളും അവരുടെ റെസ്പെക്റ്റീവ് ഡൊമസ്റ്റിക് ലീഗിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. ആഴ്സണൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു, PSG ഓഫ് കോഴ്സ് 1ാം സ്ഥാനത്താണ്, ബയൺ മ്യൂണിക്കും അവരുടെ ലീഗുകളിൽ ബുണ്ടസ് ലീഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്റർ മിലാനാണ് അതിനൊരു എക്സെപ്ഷൻ. കാരണം ഇന്റർ മിലാൻ ഇറ്റാലിയൻ സീരിയയിൽ എനിക്ക് തോന്നുന്നു 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ നിൽക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവരുടെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ഈ സീസണിലെ വണ്ടർഫുള്ളാണ്. 12 പോയിൻ്റ് ഉണ്ട്. 15 പോയിൻ്റാണ് മാക്സിമം നേടാൻ കഴിയാവുന്നത്. പക്ഷേ 12 പോയിൻ്റ് അവർ നേടിയിട്ടുണ്ട്. ഇന്നലെ അവിചാരിതമായിട്ട് അത്ലറ്റോ മാഡ്രിഡിനെതിരെ അവർ പരാജയപ്പെട്ടു. റയൽ മാഡ്രിഡും 5ാം സ്ഥാനത്ത് വരുന്ന റയൽ മാഡ്രിഡും അവരുടെ റെസ്പെക്റ്റീവ് ലീഗിൽ ബാഴ്സലോണയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 പോയിൻ്റ് ഡിഫറൻസ് ആണെങ്കിലും അവരുടെ പോയിൻ്റ് ലീഗിൽ അവർ പോയിൻ്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അവരും ചാമ്പ്യൻസ് ലീഗിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമാണ്. ഒരു കളി പരാജയപ്പെട്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗംഭീരമാണ്. ഓക്കെ, ചെൽസിയാണ് അത്ഭുതം. അതായത് അവർ ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയ എനർജിയും അവർക്ക് കിട്ടിയ കോൺഫിഡൻസും അവരുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലും ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ്. അത്രയും വണ്ടർഫുൾ. ഇപ്പോൾ ആസ് എ ബാഴ്സലോണ ഫാൻ ഞാൻ കളി തീരണം എന്ന് ആഗ്രഹിച്ച ഒരു മത്സരമായിരുന്നു. റെഡ് കാർഡ് അതിലൊരു ഫാക്ടർ ആയിരുന്നെങ്കിലും ഇനിയും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത് അവർ
നാണം കെടുത്താതെ എങ്ങനെയെങ്കിലും ആ ഒരു 90 മിനിറ്റ് തീർന്നെങ്കിലും ഞാൻ തുറന്ന് കുറ്റസമ്മതം നടത്തുകയാണ്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് കളിക്കുന്ന ടീമാണ്. അവർ അത്യാവശ്യം ഫിസിക് ഉണ്ട്, അവർ പ്രഷർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഗെയിം പ്ലാനൊക്കെ അടിപൊളിയാണ്. ആഴ്സണലും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ സെറ്റ് പീസുകളും അതൊക്കെ അവർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. സോ ഇംപ്രൂവിങ്. മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ലീഗിൽ അത്ര ഹൈ ഫ്ലൈറ്റ് പെർഫോമൻസ് ഒന്നും അല്ലെങ്കിലും ഇതിൽ ജസ്റ്റ് 9ാം സ്ഥാനമുണ്ട്, 10 പോയിൻറ്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇക്കുറി 3 മത്സരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചിത്രങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. നോക്കൗട്ട് റൗണ്ടിൻ്റെയും പ്ലേ ഓഫിൽ ആര് കളിക്കണം എന്നും ഡയറക്റ്റ് ബെർത്ത് ആർക്കണം എന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും. സോ 3 മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ പോയിൻറ്റ്സ് അല്ല ഡിഫറൻസ് വരെ. 9 പോയിൻറ്റുകൾ വരുമ്പോൾ നല്ല മാസീവായിട്ടുള്ള ഡിഫറൻസ് വരും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സോ UEFA ചാമ്പ്യൻസ് ലീഗ് 2025-26 സീസൺ ആര് ചാമ്പ്യന്മാരാവും എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഒരു പോൾ വെക്കാം. അപ്പോൾ ബാഴ്സലോണ ചാമ്പ്യന്മാരാകുമോ, റയൽ മാഡ്രിഡ് ചാമ്പ്യന്മാരാകുമോ, ആഴ്സണൽ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ഉയർത്തുമോ, അതോ ബയൺ മ്യൂണിക്ക് 8ാമത് വീണ്ടും ചാമ്പ്യൻസ് ലീഗ് നേടുമോ, കഴിഞ്ഞ 1-2 തവണ ഫൈനലിൽ വന്നിട്ട് കപ്പൊന്നുമില്ലാതെ മടങ്ങിപ്പോകേണ്ടി വന്ന ഇൻ്റർ മിലാൻ ഇക്കുറി അവരുടെ രാശി തിരുത്തുമോ? അങ്ങനെ ഒരുപാട് ടീമുകൾ കോമ്പറ്റ് ചെയ്യാൻ വരുന്ന ടീമുകളുണ്ട്. ചെൽസി വീണ്ടും 3ാമത് ചാമ്പ്യൻസ് ലീഗ് നേടുമോ? അത്ഭുതങ്ങൾ സംഭവിക്കാം. സ്പോർട്ടിംഗ് ലിസ്ബൺ അടിക്കാം, അതായത് സൗദി പ്രോ ലീഗിൻ്റെ താഴെ കിടക്കുന്ന സ്പോർട്ടിംഗ് ലിസ്ബൺ വരെ അടിക്കാം. അതാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ബ്യൂട്ടി. FC പോർട്ടോ 2004 ചാമ്പ്യൻസ് ലീഗ് അടിച്ചതൊന്നും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സന്ധിക്കും വരേക്കും നമ്മ വാകാം.